പാകിസ്ഥാനെ വിറപ്പിച്ച ഇന്ത്യൻ ബ്രഹ്മോസിന്റെ തനി ഇന്ത്യൻ പതിപ്പ്. റഷ്യയുടെ ഹൈപ്പർസോണിക് മിസൈലായ സിർക്കോൺ 3M22വിന്റെ ഇന്ത്യൻ വകഭേദം തന്നെയാണിത്. ബ്രഹ്മോസ് 2 എന്നറിയപ്പെടുന്ന പുതിയ ഹൈപ്പർസോണിക് മിസൈൽ 10 മടങ്ങ് ശക്തിയോടെ ഇതാ ശത്രുക്കളെ ലക്ഷ്യമാക്കി പ്രഹരിക്കാൻ ഒരുങ്ങുകയാണ്. അതിന്റെ ആദ്യ പതിപ്പ് സർഫസ് ടു സർഫസ്, കരയിൽ നിന്നും കരയിലേക്ക് വിക്ഷേപിക്കാവുന്ന തരത്തിലായിരിക്കും. ശബ്ദത്തെക്കാൾ 3 മടങ്ങ് വേഗതയുള്ള സൂപ്പർസോണിക് ബ്രഹ്മോസ് മിസൈലുകൾ മാസങ്ങൾക്ക് മുമ്പാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാൻ ഒന്ന് വിറപ്പിച്ചത്. ചിന്തിക്കാൻ സമയം കിട്ടുന്നതിന് മുമ്പ് തന്നെ പാക് വ്യോമത്താവളങ്ങൾ ചാമ്പലായി മാറി. ചൈനീസ് നിർമ്മിത HQ-9 വ്യോമ പ്രതിരോധ മിസൈലുകൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അവർക്കൊന്നും സ്വിച്ച് ഓൺ ആകാനുള്ള സമയം പോലും നമ്മുടെ ബ്രഹ്മോസ് മിസൈലുകൾ കൊടുത്തിട്ടില്ല. മാക് വേഗതയിൽ അത് അതിപ്രഹരം നടത്തുകയും. ഇപ്പോഴാണ് ഈ സാഹചര്യത്തിലാണ് ചൈനയ്ക്കും പാകിസ്ഥാനും വെല്ലുവിളി ഉയർത്തുന്ന ബ്രഹ്മോസ് 2 മിസൈൽ വികസിപ്പിക്കാൻ ഇന്ത്യ ഒരുങ്ങുന്നത്. ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ അല്ലേ, ചൈനീസ് മിസൈലുകൾക്ക് ബ്രഹ്മോസ് മിസൈലിനെ തടുക്കാനാകാത്തതിന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്തിനാണ് ഇത്ര അരിശം കൊള്ളുന്നതെന്ന്. അന്നത്തെ ഇന്ത്യയുടെ പാക് വ്യോമത്താവളങ്ങളിലെ ആക്രമണങ്ങളിൽ US പാകിസ്ഥാൻ നൽകിയ F-16 വിമാനങ്ങളും പെട്ടിരുന്നു. അതിൽ ചിലതൊക്കെ തകർന്ന് ചാരമായി എന്നാണ് ഇപ്പോഴത്തെ വാർത്ത. പക്ഷേ അതിനൊപ്പം അതിനെ പരിപാലിച്ചിരുന്ന ചില അമേരിക്കൻ സൈനികരും കൊല്ലപ്പെട്ടെന്ന സ്ഥിരീകരിക്കാത്ത വാർത്തകളുമുണ്ട്. ഇതൊക്കെ അറിഞ്ഞിട്ടാണോ ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കെതിരെ ഇപ്പോൾ താരിഫടക്കം കടുത്ത ശത്രുത വെച്ച് പുലർത്തുന്നതെന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായിക്കൊള്ളട്ടെ, പാകിസ്ഥാന് കനത്ത നാശനഷ്ടമുണ്ടായ ബ്രഹ്മോസിന്റെ 2ാം പതിപ്പ് റിലീസിംഗിന് ഒരുങ്ങുകയാണ്. ഇപ്പോഴിതാ പാകിസ്ഥാന്റെയും ചൈനയുടെയും ചങ്കെടുപ്പ് കൂട്ടാൻ ഹൈപ്പർസോണിക് വേഗതയിലുള്ള ബ്രഹ്മോസ് 2 മിസൈൽ ഉടൻ തന്നെ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുമെന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ. നാഗ്പൂരിലെയും ഹൈദരാബാദിലെയും ബ്രഹ്മോസ് കേന്ദ്രങ്ങളിലാകും ഈ ബ്രഹ്മോസ് 2വിന്റെ നിർമ്മാണം നടക്കുക. സിർക്കോൺ മിസൈലിന്റെ 70% സാങ്കേതിക കൈമാറ്റം ഇന്ത്യക്ക് നൽകണമെന്നാണ് ഇപ്പോൾ ഇന്ത്യ റഷ്യയോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത്. ഇത് സാധ്യമായാൽ ഏതാണ്ട് പൂർണ്ണമായും ഇന്ത്യൻ നിർമ്മിത മിസൈലായി ബ്രഹ്മോസ് 2 മാറും. റഷ്യൻ എയറോഡൈനാമിക്സും ഇന്ത്യൻ പ്രിസിഷൻ ടെക്നോളജിയും സംയോജിപ്പിക്കപ്പെടുന്നതോടെ അജയ്യമായ ഒരു ആക്രമണ ദൗത്യത്തിന് ഒരുങ്ങാൻ തയ്യാറെടുക്കും ഇന്ത്യയുടെ ബ്രഹ്മോസ് 2. ഇന്ത്യ റഷ്യ പ്രതിരോധ സഹകരണത്തിലെ ഏറ്റവും വിജയകരമായ മാതൃകകളിൽ ഒന്നാണ് ബ്രഹ്മോസ് എയറോസ്പേസ്. ഇരു രാജ്യങ്ങളും സഹകരിച്ച് വികസിപ്പിച്ച ബ്രഹ്മോസ് സൂപ്പർസോണിക് മിസൈലുകൾ ഇന്ന് ഇന്ത്യൻ ആക്രമണങ്ങളുടെ കുന്ത മുനയാണ്. ഇന്ത്യയുടെ ബ്രഹ്മോസ് എന്ന് കേട്ടാൽ ഇപ്പോൾ കിഴക്കൻ രാജ്യങ്ങളും ചാടി വീഴുകയാണ്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നിരവധി രാജ്യങ്ങളാണ് ഇന്ത്യയുടെ ബ്രഹ്മോസ് വാങ്ങാനായി ഇപ്പോൾ വരിവരിയായി നിൽക്കുന്നത്. ഇന്ത്യ റഷ്യ സംയുക്ത സംരംഭമായതിനാൽ മിസൈൽ വികസനത്തിന് റഷ്യയുടെ അനുമതി വേണം. അത് വാങ്ങി ഇന്ത്യ ചെയ്യുള്ളൂ. ഇതിന് ഡിസംബറിൽ വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശിക്കുമ്പോൾ അതിനുള്ള അന്തിമ അനുമതി അടക്കം സാങ്കേതിക വിദ്യ അടക്കം കൈമാറാനുള്ള ധാരണയിലെത്തുമെന്നാണ് സൂചന. റഷ്യയുടെ ഹൈപ്പർസോണിക് മിസൈലായ സിർക്കോൺ 3M22വിന്റെ ഇന്ത്യൻ വകഭേദമായ ബ്രഹ്മോസ് 2 ഹൈപ്പർസോണിക് മിസൈലിൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ശത്രു സീക്കറുകളും ഇലക്ട്രോണിക് സംവിധാനങ്ങളുമാകും ഘടിപ്പിക്കുക. ഈ മിസൈലിൽ നമ്മുടെ DRDO വികസിപ്പിച്ച നൂതന ഗതി നിർണയ സംവിധാനങ്ങൾ, RF സീക്കറുകൾ, റേഡിയോ ഫ്രീക്വൻസി ശത്രുവിനെ തേടുന്ന സീക്കറുകൾ, ഇലക്ട്രോണിക് വാർഫെയറിനെ പ്രതിരോധിക്കുന്ന എവിഡിക്സ് എന്നിവ ഉൾപ്പെടുത്തും. ശബ്ദത്തെക്കാൾ 6 മടങ്ങ് മാക്സിസ് വേഗതയിൽ മണിക്കൂറിൽ 7400 കിലോമീറ്ററിലധികം വേഗതയിലാകും മിസൈൽ കുതിക്കുക. ശത്രുവിന് ഒരു വെല്ലുവിളി തന്നെയാകും ഈ മിസൈൽ. റഷ്യയുടെ സിർക്കോൺ മിസൈൽ ഉപയോഗിക്കുന്ന സ്ക്രാംജെറ്റ് എഞ്ചിൻ തന്നെയാകും ഇതിലും ഉപയോഗിക്കുക, അല്ലെങ്കിൽ കാര്യമില്ല. സിർക്കോൺ മിസൈലിന് 1000 കിലോമീറ്ററോളം പ്രേരപരിധിയുണ്ട്. ഇതേ എഞ്ചിൻ ബ്രഹ്മോസിലും ഉപയോഗിക്കുന്നതോടെ ബ്രഹ്മോസ് 2വിനും ഇതേ ആക്രമണ പരിധി കൈവരിക്കാനാകുമെന്നാണ് കരുതുന്നത്. നിലവിലെ മിക്ക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും മറികടക്കാൻ ശേഷിയുള്ള ഈ മിസൈൽ ഒരു സർഫസ് ടു സർഫസ് മിസൈലായിട്ടാകും ആദ്യം എത്തുക. നേരത്തെ പറഞ്ഞല്ലോ, മണിക്കൂറിൽ 7400 കിലോമീറ്റർ യാത്ര ചെയ്യാം. പക്ഷേ മിസൈലിന്റെ പരിധി 1000 കിലോമീറ്റർ. പക്ഷെ ശബ്ദത്തെക്കാൾ 6 ഇരട്ടി വേഗത മാക്സിക്സ്. അപ്പോൾ ഈ മിസൈൽ നിമിഷങ്ങൾക്കുള്ളിൽ 1000 കിലോമീറ്ററിനകത്തുള്ള ശത്രുലക്ഷ്യങ്ങളെ ഭേദിച്ചിരിക്കുമെന്ന് ഉറപ്പാണ്. നിലവിലുള്ള ലോകത്തെ മിക്ക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും തകർക്കാനോ ഭേദിക്കാനോ കബളിപ്പിക്കാനോ ഒക്കെയുള്ള സംവിധാനങ്ങൾ ശേഷി ഈ മിസൈലിനുണ്ടാകും. ആദ്യം സർഫസ് ടു സർഫസ് മിസൈൽ പുറത്തിറക്കാനാണ് തീരുമാനം. തുടർന്ന് ട്രക്കുകളിൽ ലോഞ്ച് ചെയ്യുന്ന മൊബൈൽ ലോഞ്ചറുകൾ, പിന്നെ യുദ്ധക്കപ്പലുകൾ, അന്തർവാഹിനികളിലെ വെർട്ടിക്കൽ ലോഞ്ചറുകൾ ഇവ വഴി വിക്ഷേപിക്കാവുന്ന ബ്രഹ്മോസിന്റെ 2 വകഭേദങ്ങളും പിന്നാലെ എത്തും. ഓപ്പറേഷൻ സിന്ധുവിന് ശേഷമാണ് ഇന്ത്യക്ക് ഇത്തരമൊരു മിസൈൽ എത്രയും പെട്ടെന്ന് ഇന്ത്യക്ക് അനിവാര്യമാണെന്നൊരു ചിന്ത CDSനും ഇന്ത്യൻ പ്രതിരോധ വകുപ്പിനും ഒക്കെ തോന്നിയത്. അപ്പോൾ തന്നെ റഷ്യയുമായി ബന്ധപ്പെടുകയായിരുന്നു. സാങ്കേതിക തടസ്സം കാരണം 2019 ഇന്ത്യ തൽക്കാലത്തേക്ക് അവിടെ ഇരിക്കട്ടെ, പിന്നെ നോക്കാമെന്ന് മാറ്റിവെച്ച പദ്ധതിയാണ് ഈ ബ്രഹ്മോസ് 2 കൂടി ഓർക്കണം.
2019 ഇന്ത്യ പദ്ധതി, കോവിഡ് വന്നില്ലായിരുന്നെങ്കിൽ ഇന്ത്യ പദ്ധതി തുടങ്ങിയിരുന്നെങ്കിൽ ഇന്ന് പാകിസ്ഥാന്റെ മാറു പിളർക്കുന്ന മിസൈലുകൾ ബ്രഹ്മോസ് 2 ആയി പോയത്. ഈ വർഷം ആദ്യം പിന്നെയും കൂടിക്കാഴ്ചകൾ ഇരു രാജ്യങ്ങളും ആരംഭിച്ചു. അങ്ങനെ ഇന്ത്യയുടെ ബ്രഹ്മോസ് എയറോസ്പേസും റഷ്യയുടെ NPO മാഷ്നോ സ്റ്റോയേനിയ, അതാണ് കമ്പനി, ഈ കമ്പനിയും പദ്ധതി വീണ്ടും പുനരാരംഭിക്കാനുള്ള താല്പര്യം പ്രകടിപ്പിക്കുകയായിരുന്നു. അങ്ങനെയാണ് ബ്രഹ്മോസ് 2 വീണ്ടും സജീവമായി ചർച്ചകളിലേക്ക് വരുന്നതും. എന്ത് വിധേനയും ഇന്ത്യയിൽ തന്നെ നാഗ്പൂരിലോ ഹൈദരാബാദിലോ ബ്രഹ്മോസ് 2 പൂർണ്ണമായും ഇന്ത്യൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പൂർണ്ണമായും ഇന്ത്യൻ ടെക്നോളജിയിൽ നിർമ്മിച്ച് പുറത്തിറക്കി ലോകത്തിന് മുന്നിൽ അഭിമാനമായി പ്രദർശിപ്പിക്കാൻ ഇന്ത്യയും റഷ്യയും ഇപ്പോൾ തീരുമാനിക്കുന്നു. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച